ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പക്ഷേ അതല്ലെങ്കിൽ സാധാരണ ബോണുള്ള ചിക്കനും എടുക്കാവുന്നതാണ്. അത് ഇതുപോലെ ഞാൻ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം ഞാൻ നീളത്തിൽ തന്നെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. ഞാനൊരു കാണാൻ ഭംഗിക്ക് നീളത്തിൽ സ്ലൈസ് ചെയ്തേ ഉള്ളൂ. ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കാം. നല്ലൊരു കളർ കിട്ടാനായിട്ടാണത്. കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് അരിപ്പൊടി ചേർക്കാവുന്നതാണ്. ഞാനിത് ചേർക്കാൻ കാരണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആവാനായിട്ടാണ്. ഇപ്പോൾ ഇത് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും. ചേർക്കേണ്ടാത്തവർക്ക് ഇത് ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ് കേട്ടോ. ചേർക്കുവാണെങ്കിൽ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണിൽ കൂടുതൽ ചേർക്കുകയും ചെയ്യരുതേ. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്യാം. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഉള്ളി വേവില്ല, പുറം പെട്ടെന്ന് കരിഞ്ഞു വരികയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വറുത്തെടുക്കാം. ഇപ്പോൾ ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 8-9 മിനിറ്റ് വേണ്ടി വരുള്ളൂ ഫ്രൈ ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചിക്കൻ ഒരിക്കലും ഓവർ കുക്ക്ഡ് ആവാൻ പാടില്ല. ഓവർ കുക്ക്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കൻ ഭയങ്കര ഹാർഡായി പോകും. അപ്പോൾ ഒരു ജ്യൂസിനെസ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു കറക്റ്റ് രീതിയിൽ അത് കുക്ക് ചെയ്ത് വരണം. അപ്പോൾ ഏകദേശം ഒരു 8-9 മിനിറ്റ് മതിയാവും, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അത് ഫ്രൈ ചെയ്ത് വരാനായിട്ട് കേട്ടോ. അപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ 2 പീസായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ അടുത്ത് അത് കുക്കായിട്ടുണ്ടെന്നുള്ളതാണ്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു 4-5 ഉണക്കമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഒരു 3-4 സെക്കൻഡ് മതി, ഇല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോവേ. ഇതിലേക്ക് നമുക്കൊരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്യാം. ഇപ്പം നിങ്ങളുടെ അടുത്തുള്ളത് ചെറുതാണെങ്കിൽ 2 എണ്ണം ചേർത്തോളൂ. ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും അത്ര തന്നെ ജിഞ്ചർ പേസ്റ്റും ചേർക്കാം. എന്നിട്ട് നമുക്ക് ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരുന്നവരെ വഴറ്റി കൊടുക്കാം. ഒരുപാട് കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ആ സമയം കൊണ്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണവും മാറി കിട്ടും കേട്ടോ. സവാള ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ചേർക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടും നമ്മുടെ കയ്യിലുള്ള മുളക് പൊടി അനുസരിച്ചിട്ടും ചേർക്കുക. 1 ടീസ്പൂൺ വരെ നമുക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ ചതച്ച മുളക് ചേർക്കാം. ഇതാണ് ഈ ഡിഷിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്. ഈ ചതച്ച മുളക് എന്തായാലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. ഇതെല്ലാം കൂടി നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറണല്ലോ. ഏകദേശം ഒരു 1-2 മിനിറ്റ് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങ ചേർക്കാം. എന്നിട്ട് നമുക്ക് ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ തേങ്ങയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറിയാൽ മതി. ഒരുപാട് അങ്ങ് മൂത്ത് പോകരുത് കേട്ടോ. തേങ്ങ ജസ്റ്റ് ഒന്ന് കളർ മാറിയാൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കാം. അപ്പൊ നമ്മുടെ ഡിഷിന് ചെറിയൊരു പുളിരസം കിട്ടാനായിട്ടാണ് ഈ ടൊമാറ്റോ സോസ് ചേർക്കണത്. ഇപ്പൊ അതില്ലാത്തവരൊരു തക്കാളി എടുത്തിട്ട് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചിട്ട് അത് ചേർത്താലും മതിയാവും കേട്ടോ. ഇതും നമുക്ക് ചേർത്തിട്ട് ഏകദേശം 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1/2 കപ്പ് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ചേർക്കാം. ഇപ്പൊ തിളച്ച വെള്ളം അല്ല ചേർക്കണമെങ്കിൽ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർക്കാം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ അതിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് ഉപ്പ് ചേർക്കരുത്, കുറച്ച് ഉപ്പ് ചേർക്കുക. ഈ ഗ്രേവിക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് ഏറ്റവും ചെറിയ തീയിൽ ഒരു 5 മിനിറ്റും കൂടി ഒന്ന് വേവിക്കാം. അപ്പൊ ഈ മസാലയൊക്കെ നമ്മുടെ ചിക്കനിലേക്ക് നന്നാക്കി ഇറങ്ങും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അടച്ചു വെച്ചിട്ട് വേവിക്കുന്നത്. ഏറ്റവും ചെറിയ തീയിൽ വേണം വേവിക്കാനായിട്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് മതിയേ. അപ്പൊ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ ഇത്.
ഇത് ഒരു ചെറിയ ഒരു ഡ്രൈ ഡിഷാണ്, ഒരു ഗ്രേവി പോലത്തെ ഡിഷല്ല. നമുക്കിത് ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ സ്റ്റാർട്ടർ ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ചോറിന്റെ കൂടെ ഇത് മാത്രം മതി. കാര്യം ഡ്രൈ ഡിഷ് ആണെങ്കിലും നല്ല ടേസ്റ്റിയാണ്. ചോറിന്റെ കൂടെ ഈ ഒരു ചിക്കന്റെ ഡിഷ് മാത്രം മതി കഴിക്കാനായിട്ട്. അപ്പൊ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും സജഷൻസ് ഒക്കെ എന്നെ അറിയിക്കുകയും വേണം. അപ്പൊ വീണ്ടും മറ്റൊരു അടിപൊളി ഡിഷായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. അതുവരേക്കും ബൈ.